അഹമ്മദാബാദിലെ AICC സമ്മേളന വേദിയിൽ നിന്നും നോബൽ മാരിക്കാരൻ ഒരു പുതിയ അപ്ഡേറ്റുമായി ചേരുകയാണ്. BJPയെ നേരിടാൻ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് CWCയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു. മണിപ്പൂരിൽ അക്രമത്തിന് കൂട്ടുനിന്നത് BJP സർക്കാരെന്നും ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി നിഷേധിക്കുന്നത് ഫെഡറൽ ഘടനയെ എതിർക്കുന്നതെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഗുജറാത്തിനായി പ്രത്യേക പ്രമേയവും പാസാക്കി. അപൂർവമായാണ് ഒരു സംസ്ഥാനത്തിനായി പ്രമേയം പാസാക്കുന്നത്. നോബൽ മാരിക്കാരനുടെ വിശദാംശങ്ങളുമായി നോബൽ, നേരത്തെ നേതാക്കളുടെ പ്രതികരണങ്ങളിലൊക്കെ തന്നെയും ഗുജറാത്ത് പരാമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഗുജറാത്തിന് വേണ്ടി മാത്രമായി ഒരു പ്രമേയം പാസാക്കിയിരിക്കുന്നു. മാത്രമല്ല മറ്റു വിഷയങ്ങളിൽ എന്താണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ പ്രമേയത്തിൽ പറയുന്നത്? വിവിധ വിഷയങ്ങളിൽ പ്രമേയം പാസ്സായിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി മുന്നോട്ട് പോകുന്നത്. സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കിയതാണ് 2025 എന്ന് പറയുന്നത് പുനഃസംഘടനയുടെ വർഷമാണെന്ന്. മണിപ്പൂർ അതിക്രമത്തിന് കൂട്ടുനിന്നത് BJP സർക്കാരാണ് എന്നും പ്രമേയം വ്യക്തമാക്കുന്നു. ഒപ്പം വിവേചനമില്ലായ്മയാണ് കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തിന്റെ കാതൽ. സാമൂഹ്യനീതി അടിത്തറയാക്കി അതോടൊപ്പം ജാതി സെൻസസ് വഴി മാത്രമേ ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം ജമ്മു കാശ്മീർ സംസ്ഥാന പദവി നിഷേധിക്കുന്നത് ഫെഡറൽ ഘടനയെ തകർക്കുന്നതാണ്. അക്കാദമിക് രംഗത്തെ കീഴക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്തിനെ വാണിജ്യവൽക്കരിക്കുന്നതിനുമാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്നടക്കമുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിന് എതിരെ ഈ പ്രമേയത്തിൽ ഉണ്ട്. ഭരണഘടനാ വിരുദ്ധ ശക്തികളെ വിജയിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. ഫെഡറൽ സംവിധാനത്തെ ആക്രമിക്കുന്നത് ചെറുത്ത് തോൽപ്പിക്കും. ഗുജറാത്തിനായി ഒരു പ്രത്യേക പ്രമേയം കൂടി പാസ്സാക്കിയിട്ടുണ്ട്. കാരണം ഗുജറാത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സംസ്ഥാനത്ത് 30 വർഷത്തെ BJP ഭരണം നാശവും തകർച്ചയും ഉണ്ടാക്കി എന്നാണ് ഇന്നത്തെ പ്രവർത്തക സമിതി വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ DCCകൾക്ക് ഇത് ശക്തി നൽകുന്ന അടക്കമുള്ള കൂടുതൽ അധികാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലുണ്ട്. ഇപ്പോൾ ഗുജറാത്തിനായി പ്രത്യേകം പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. മാത്രമല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതുകൂടി ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കായിരിക്കും ആസൂത്രണം ഉണ്ടാവുക അല്ലേ ഈ സമ്മേളനത്തിൽ? തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടി കണക്കാക്കിക്കൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും പ്രവർത്തക സമിതി അവസാനിച്ചിട്ടുള്ള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായി തന്നെ കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. നിലവിലത്തെ ചർച്ചകളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചർച്ചകളിൽ നിന്ന് വന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ CWCയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ഈ DCCകൾക്ക് ജില്ലാ കമ്മിറ്റികൾ കൂടുതൽ അധികാരം നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നത് എന്നാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിനീത, ശരി. നോബൽ മാരിക്കാരനാണ് അഹമ്മദാബാദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.